വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ റോസ് ഡൊണൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു പോളോ ആണ്. ഈ പോളോ കംപ്ലീറ്റ്ലി കസ്റ്റമായിട്ട് നമ്മളൊരു ഹെഡ് ലാമ്പിനകത്ത് ചെയ്യാൻ പോകണം. അതായത് നോർമലി ഇപ്പോൾ നമ്മളൊരു പോളോ കസ്റ്റം ചെയ്യുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോളോയുടെ ഹെഡ് ലാമ്പ് ആഫ്റ്റർ മാർക്കറ്റ് മേടിക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന 2-3 ഹെഡ് ലാമ്പ്സ് ഉണ്ട്. ലൈക്ക് നമ്മുടെ Q3യുടെ ഹെഡ് ലാമ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യു ടൈപ്പ് ഹെഡ് ലാമ്പ്. അതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പേര് വണ്ടി വെക്കുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിക്കകത്ത് നമ്മൾ അങ്ങനെ അല്ല ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം യൂണീക്കായിട്ട് ഈ വണ്ടി നിൽക്കണമായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം, വണ്ടി ഇപ്പം ഫുൾ ബോഡി പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ അലോയ്സ് ടെമ്പറലി ഇപ്പം അലോയ്ക്കകത്ത് പെയിൻ്റാണ് ചെയ്തേക്കുന്നത്. അലോയ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ അലോയ് ചേഞ്ചിങ് ഉണ്ട്. ടെമ്പറലി ഇപ്പോൾ പെയിൻ്റാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ഹെഡ് ലാമ്പ് ആക്ച്വലി മാറണം. പുള്ളിക്ക് ഈ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് മാറിയിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് വേണം. പക്ഷേ പുള്ളിക്ക് എന്താ പറയുക, ഒരു യൂണീക്നെസ് വേണം. പുള്ളിക്ക് ബഡ്ജറ്റിനെക്കാട്ടി കൂടുതൽ ആ വണ്ടി യൂണീക്കായിട്ട് നിൽക്കണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് ഹെഡ് ലാമ്പ്, അതായത് ഈ പോളോയുടെ ഡബിൾ ബാരൽ ഹെഡ് ലാമ്പാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. ഈ ഡബിൾ ബാരൽ ഹെഡ് ലാമ്പ് നമ്മൾ എടുത്തിട്ട് അത് കംപ്ലീറ്റ്ലി ഞാൻ കസ്റ്റം ചെയ്യാം. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോളോയുടെ അതായത് ഡബിൾ ബാരൽ ഹെഡ് ലാമ്പ് കസ്റ്റം ചെയ്യുന്നതിൻ്റെ. ആ ഹെഡ് ലാമ്പ് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വണ്ടിയുടെ ഹെഡ് ലാമ്പിനകത്ത് നമ്മുടെ അക്രിലിക്കിൽ കസ്റ്റം ചെയ്തെടുത്തേക്കുന്ന കിഡിലും ഒരു DRL ആണ് അതിനകത്ത് വരുന്നത്. RGB DRL തന്നെയാണ്. കംപ്ലീറ്റ്ലി സ്മാർട്ട് ഫോൺ കൺട്രോൾഡ് ആണ്. അതിനകത്ത് തന്നെ നമ്മൾ നോർമലി അത് ചെയ്യുന്നതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് LED ബൾബ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഇൻഡിക്കേറ്റേഴ്സും അതിനകത്ത് നമ്മൾ അക്രിലിക്കിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വെട്ടത്തിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ അത്രയും കസ്റ്റം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രൊജക്ടർ ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വൃത്തിയുടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനകത്തേക്ക് പ്രൊജക്ടേഴ്സും ആഡ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 30-35 ബഡ്ജറ്റ് നിങ്ങൾ ഇടേണ്ടി വരും. എക്സാക്ട്ലി ഏകദേശം ആ ഒരു സിമിലർ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കിഡിൽ കസ്റ്റമായിട്ട് ചെയ്തെടുക്കാം. നിലവിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. വർക്കിന് മുമ്പ് ഒരു വീഡിയോ ജസ്റ്റ് റഫായിട്ട് എടുക്കുന്നതേ ഉള്ളൂ വണ്ടിയുടെ. ഇതിൻ്റെ കറക്റ്റ് ഈ ലൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ലൈറ്റിന് ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ മെയിൻ വർക്ക്. രണ്ടാമത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ക്രോം പീസസ് എല്ലാം നമ്മൾ ഡീക്രോം ചെയ്യുവാണ്. ഡീക്രോം ചെയ്തിട്ട് താഴെ പോകുന്ന ഈ ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതും ഗ്ലോസ് ബ്ലാക്ക് ചെയ്യാൻ പോവാണ്. അതാകുമ്പോഴത്തേക്ക് ആ ഒരു പോർഷൻ എടുത്ത് നിൽക്കും. നമ്മുടെ GT-ലൊക്കെ വരുന്ന പോലെ ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ ടിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു നമ്മുടെ ഗാർബിയറിൻ്റെ ചാർക്കോളിൻ്റെ 70 വരുന്നൊരു ടിൻറ്റാണ് ചെയ്യുന്നത്. അത് 70 ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി പുറമേ നോക്കുമ്പോൾ, അതായത് നമുക്കിപ്പം വണ്ടി ഫാമിലിയായിട്ട് പോകുന്ന സമയത്ത് പോലീസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പുറമേ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ അത്രയും ഒരു എന്താ പറയുക പിടിക്കുന്ന കണക്കത്തെ ഒരു ടിൻറ്റും കയ്യിലൊന്നും വേണ്ട. എങ്കിൽ വണ്ടി ഒന്ന് ഭംഗിയാക്കണം, ചൂട് കുറയ്ക്കണം, അങ്ങനെയുള്ള രീതിക്ക് ജസ്റ്റ് ചെറിയൊരു ടിൻറ്റ് ചെയ്യുന്നുണ്ട്. സൈഡും കാർബിയറിന് തന്നെ 50% ടിൻറ്റ് ഇനി ചെയ്യാൻ പോവാണ്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ താണ്ട ഈ ഒരു നമ്മുടെ ടെയിൽ ലാമ്പ് നമ്മുടെ ബോക്സ് വാഗൻ്റെ ഈ ഒരു ലോഗോ നമ്മൾ ഡീക്രോം ചെയ്യുന്നുണ്ട്. കൂടെ താണ്ട ഈ ഒരു ടെയിൽ ലാമ്പും നമ്മൾ ഓയിൽ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. നോർമലി എല്ലാവരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കറാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സ്റ്റിക്കറല്ല, നമ്മളതിനകത്ത് പെയിൻറ്റ് തന്നെ ചെയ്യാൻ പോകുന്നത്. പെയിൻറ്റിൻ്റെ ഒരു ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്റ്റിക്കർ കുറച്ച് ചൂട് കാര്യങ്ങളൊക്കെ അടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പോർഷൻസിൽ നിന്ന് ഇളവി തുടങ്ങും. പക്ഷേ പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടെയിൽ ലാമ്പ് ഡാമേജ് ആവുന്നവരെയും ആ ഒരു സാധനം അതേ കണക്ക് തന്നെ ഇരിക്കും. പിന്നെ കാണാൻ ക്വാളിറ്റി വൈസ് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും രണ്ടും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ വേണ്ടി കൊല്ലമാണ്. ഷോപ്പിൻ്റെ പേര് ADGS ആണ്. ഇതൊരു കിഡിലും പ്രോജക്റ്റ് ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പ് തന്നെയാണ്. ഈ ഹെഡ് ലാമ്പ് ശരിക്കും പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ ഭയങ്കര യൂണീക്ക് ആയിരിക്കും. കാര്യം ഒരുപാട് പോളോയിൽ ഹെഡ് ലാമ്പ് മാറിയിട്ടുണ്ടെങ്കിലും ഇതിനകത്തൊരു യൂണീക്ക് സാധനമായിരിക്കും വരുന്നത്. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു നിങ്ങൾക്ക് കാണാം. സോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വണ്ടി ഏതും ആയിക്കോട്ടെ, എന്ത് വർക്കും ആയിക്കോട്ടെ, നമുക്ക് A to Z കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഹെഡ് ലാമ്പ് ആണെങ്കിലും എക്സോസ്റ്റ് ആണെങ്കിലും എല്ലാം നമുക്കിവിടെ ഉണ്ട്. സോ ഈ ഒരു പ്രോജക്റ്റിനായിട്ട് സ്റ്റേ ട്യൂൺ. അടുത്ത കിഡിലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരോ ബൈ ഗൈസ്.